തള്ളി നിൽക്കുന്ന ഡസ്റ്റ് ഗ്യാപ്പുകളിൽ പൊതുവേ കാണപ്പെടുന്ന ഒന്നാണ് ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്നത്, ഇങ്ങനെ കുഴി ഉണ്ടായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ നിൽക്കുന്നത്, ഇതുപോലെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു സൗണ്ടും അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ കാണാനുള്ള ആ ഒരു ലുക്കും പോകും ഇങ്ങനെ കുഴിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു 3 സ്പീക്കറുകൾ വേറെ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സബ് വൂഫറിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ ഈ സ്പീക്കറിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡസ്റ്റ് ഗ്യാപ്പ് സീൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതായത് ഉള്ളിലേക്ക് താന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാരണവശാലും നമ്മൾ എത്ര തള്ളിയാലും കുത്തിയാലും ഇത് ബെൻഡാവില്ല, ഇത് പോവില്ല, ഇങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ അങ്ങനെ വരില്ല. അതേപോലെ തന്നെ ഇത് ട്യൂട്ടറാണ്. ട്യൂട്ടറിൻ്റെ ഇതുപോലത്തെ ആയിരിക്കും ഡസ്റ്റ് ഗ്യാപ്പ് വരുന്നത്. ഇതുപോലത്തെ ഡസ്റ്റ് ഗ്യാപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. എത്ര കുത്തിയിട്ടുണ്ടെങ്കിലും അത് നേരെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ആയിരിക്കും വരിക, ആദ്യം ഇരുന്ന പോലെ തന്നെ ആയിരിക്കും എത്ര കുത്തിയാലും തള്ളിയിട്ടുണ്ടെങ്കിലും വരിക. പക്ഷെ ഇങ്ങനെയുള്ളത് ഈ കടലാസ് കൊണ്ടുള്ള ഡസ്റ്റ് ഗ്യാപ്പുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുഴിഞ്ഞ് തന്നെ ഇരിക്കും, തിരിച്ച് റിട്ടേൺ പഴയ ഗതിയിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ പഴയ ഗതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ആവശ്യമുള്ളത് ഈ ഒരു ഇൻസുലേഷൻ ടേപ്പാണ്. ഇത് ഏത് ടൈപ്പ് ഇൻസുലേഷൻ ടേപ്പ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പശ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പം നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പ് കുറച്ചിങ്ങനെ പൊളിച്ചെടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കൈ കൊണ്ട് വേണം ചെയ്യാൻ. ഞാനൊരു കൈയിൽ ഫോൺ പിടിച്ചതും കൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഈ പോയ ഭാഗത്ത്, ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒട്ടിച്ച പോലെ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു സൈഡും അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള ഈ ഒരു സൈഡും നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു സൈഡും ഇവിടെയുള്ള ഇപ്പുറമുള്ള ഈ ഒരു സൈഡ്, ഈ 2 സൈഡും കൂടെ പിടിച്ചിട്ട് ഒറ്റ പൊക്ക് പൊക്കണം. ഞാൻ കാണിച്ചു തരാം. റെഡി ആയിട്ടില്ല, ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ചെയ്യുമ്പോൾ തന്നെ ചില നല്ല പശയുള്ളതാണെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് റെഡിയായി വരുള്ളൂ. ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം നമുക്ക്. പുതിയത് ഒട്ടിച്ചിട്ട് അതാ കുറച്ച് ഭാഗം പൊന്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ പൊന്താൻ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വലിച്ച് നോക്കാം, കിട്ടുമല്ലോ എന്ന്. നമുക്കൊന്നും കൂടെ ഒന്ന് വലിച്ച് നോക്കാം ഇനി. പൊന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, പഴയതുപോലെ തന്നെ ആയില്ലേ. ഇതുപോലത്തെ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വലിയൊരു പൈസ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. ചെറിയൊരു ട്രിക്കേ ഉള്ളൂ, ഇത് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ.